മലപ്പുറത്ത് തീരമേഖലകളിൽ രൂക്ഷമായ കടലാക്രമണം തുടരുകയാണ്. പൊന്നാനി പാലപ്പെട്ടിയിൽ വീടുകൾ കടലെടുത്തിരിക്കുന്നു. 2 വീടുകൾ പൂർണ്ണമായും, 5 വീടുകൾ ഭാഗികമായും തകർന്നു. ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. മുബഷീർ പി അക്ബറുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, എല്ലാ മഴക്കാലത്തും പൊന്നാനി കടൽ തീരത്ത് വലിയ പ്രതിഷേധവും പ്രതിസന്ധിയും നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കടലാക്രമണത്തിൽ 2 വീടുകൾ പൂർണ്ണമായും പോയിരിക്കുന്നു. എത്ര പേരുണ്ടായിരുന്നു ആ വീട്ടിൽ? അവരെ എവിടേക്കാണ് മാറ്റിയത്? വീടുകളിലേക്കാണ് അവിടെ മാറ്റിയിരിക്കുന്നത്. സ്മൃതി, മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് തീരപ്രദേശങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി പാലപ്പെട്ടി ഭാഗത്താണ്. ഇവിടെ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് 2 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആ 2 വീടുകളിലായിട്ട് ഒരു വീട്ടിൽ 13 ആളുകളുണ്ടായിരുന്നു, ഒരു വീട്ടിൽ 10ഓളം ആളുകളുണ്ടായിരുന്നു. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് വീട്ടുകാർ തന്നെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം 50-60 വർഷങ്ങളോളമായി ഇവിടെ താമസിക്കുന്ന മനുഷ്യരായിരുന്നു. അവരുടെ വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും കടലാക്രമണത്തെ തുടർന്ന് തകർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള 15 വർഷം മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കടൽഭിത്തിയുടെ സ്ഥിതിയാണിത്. ഈ കടൽഭിത്തി ഈ മേഖലയിൽ ഏറെക്കുറെ പാതി വഴിയിൽ വെച്ച് നിർമ്മാണം നിലച്ചതാണ് ഇവിടെ രൂക്ഷമായ കടലാക്രമണത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എത്തിയ പ്രദേശവാസികൾ അവരുടെ ദുരിതം നമ്മളോട് പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഷെഫീഖ് കാണിച്ചു തരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ഒരു മസ്ജിദാണിത്, പാലപ്പെട്ടി ജുമാ മസ്ജിദാണ്. ഈ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള ഖബറിസ്ഥാനിലെ ഖബറിടങ്ങളും രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് തകർന്നു വീണിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഇഷ്ടികയൊക്കെ തന്നെ താഴ്ഭാഗത്ത് കാണാൻ സാധിക്കും. അവരുടെ പ്രിയപ്പെട്ടവർ അന്തിയുറങ്ങുന്ന അല്ലെങ്കിൽ അവരോട് വിട പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇവിടെ ഉള്ളൊരു മണ്ണിൽ എത്രത്തോളം ദുരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഇഷ്ടികയൊക്കെ തന്നെ താഴ്ഭാഗത്തുണ്ട്. ഇവിടെയുള്ള പാലപ്പെട്ടിയിലെ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതായത് 2 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നു, ഭാഗികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ. പിന്നെ ഞങ്ങളുടെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. ഇത് 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. ഇത് നല്ല നിലക്ക് ഞങ്ങൾക്ക് കല്ലട്ടി ഈ ഇട്ടു തരണം എന്നുള്ളത്. പക്ഷേ ഇതിന് ഇന്നേ വരെ അധികാരികൾ ചെവിടും കണ്ണും കൊടുത്തിട്ടില്ല. ഈ ദുരിതത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ കല്ല് ഇട്ടിട്ട് ഞങ്ങൾക്കൊരു പരിഹാരം കാണുക തന്നെ വേണം. ഇതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വീടുകൾക്ക് ഈ വീടുകൾ തകർന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പള്ളിയോട് ചേർന്ന ഖബർസ്ഥാനും തകർച്ചാനും പോയി. ഞങ്ങളെ മാതാപിതാക്കളെല്ലാവരും പോയി, എല്ലാ ഖബർ പൊളിഞ്ഞു പോയി. ഞങ്ങളെ വീടും നഷ്ടപ്പെട്ട് ഞങ്ങളെ മാതാപിതാക്കളെ ഖബർസ്ഥാനുകളും പോയി. അതിന് അധികാരികൾ കണ്ണു തുറക്കണം. കടൽഭിത്തി ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ ദുരിതങ്ങളൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് ഈ 15 വർഷങ്ങൾക്ക് മുന്നേറ്റിട്ടുള്ള ഈ കല്ലട്ടി ആ സമയങ്ങളിൽ രൂക്ഷമായ കടലാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സുരക്ഷിതമായിട്ടാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇത് 5 വർഷങ്ങൾക്ക് ശേഷം ഇത് തകർന്നു. പിന്നെ 10 വർഷമായിട്ട് അധികാരികളോട് ഞങ്ങൾ നിരന്തരമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ട്. അവർ വർഷം കാലവർഷം വരുമ്പോൾ അവർ വരും, തഹസിൽദാർ വരും, MLA വരും, MP വരും, മറ്റുള്ളവർ വരും, എല്ലാവരും വന്നിട്ടും ഞങ്ങൾക്ക് ഇന്നേ വരെ യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. താൽക്കാലികമായിട്ട് ഞങ്ങളോട് ചിരിക്കും, ടാറ്റ പറയും, പോവും. അത്ര ദയനീയാവസ്ഥയാണ്. ഇവിടെ മൊയ്തീൻ നമ്മളോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹത്തിന്റെ വീടാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ പൂർണ്ണമായും തകർന്ന വീട് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. വലിയ കടൽക്ഷോഭത്തെ തുടർന്നാണ് വീട് തകർന്നിട്ടുള്ളത് അല്ലേ മൊയ്തീൻ? കടൽ കയറിയിട്ടിരിക്കും. അതിന് 50 കൊല്ലത്തോളമായി ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട്. എനിക്ക് 50 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ആളാണ്. ഉറപ്പാണ്. വീട് പൂർണ്ണമായും തകർന്നു. ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല, താമസിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. വീട്ടുകാരൊക്കെ എങ്ങോട്ടാണ് മാറ്റിയത്? വീട്ടുകാരൊക്കെ വാടക വീട് എടുത്ത് തൽക്കാലം ഓടി വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി. ആരെങ്കിലും വന്നിരുന്നോ? പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ആളുകളോ ആരെങ്കിലും വന്ന് നിങ്ങളുടെ വിഷയം അന്വേഷിച്ചിരുന്നു? പഞ്ചായത്തിൽ കൊല്ലം ഇങ്ങനെ വന്നിട്ട് ടാറ്റ കാണിക്കും, അല്ലാതെ വേറെ എന്ത് പറയാനുള്ള അവരൊന്നും പറയില്ല, പോകും. വേറെ പ്രത്യേകിച്ച് പൊന്നാനി പാലപ്പെട്ടിയിലാണ് വീടുകൾ തകർന്നത്. 2 വീടുകൾ പൂർണ്ണമായും, 5 വീടുകൾ ഭാഗ്യമായും തകർന്നിരിക്കുന്നു. വീട് നഷ്ടപ്പെട്ട വ്യക്തിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.